ഇങ്ങനെ ഒരു ചിത്രത്തിലേക്ക് വരുമ്പോഴേക്കും എന്തൊക്കെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐ ഫീൽ ലൈക്ക് നമ്മളെല്ലാവരും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും ഇന്ത്യൻസാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് കേരളം, തമിഴ്നാട്, മലയാളം, തെലുഗു, കന്നഡ, തമിഴ്, ഹിന്ദി എന്നൊന്നുമില്ല. എവിടെ നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കുമോ, എവിടെ നല്ലൊരു സിനിമ കിട്ടുമോ, എവിടെ നല്ലൊരു കഥാപാത്രം കിട്ടുമോ, അപ്പോൾ ഓടിച്ചെന്ന് പോയി അഭിനയിക്കുക എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ്. മാരി സാറിനെ പോലെയുള്ള ഒരു വിഷണറി, ഒരു ബ്രില്യൻ ഡയറക്ടർ. അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു. രണ്ടാമത് ആദ്യം ചെയ്തതിനേക്കാൾ കൂടുതൽ ഡെപ്തും ഡിഫറെൻറ്റും ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു നറേഷൻ പോലും ഇല്ലാതെ ഞാൻ ഒരു സിനിമ കമ്മിറ്റ് ചെയ്തത്. എനിക്ക് ബൈസിൻ്റെ കഥ എന്താണെന്നോ എൻ്റെ കഥാപാത്രം എന്താണെന്നോ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഷൂട്ടിന് 2 ദിവസം മുന്നെയാണ് കഥ എന്താണ് എന്ന് ഞാൻ അറിയണത്. അപ്പം നമ്മൾ അവിടെ പോയി ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് നമ്മൾ അവിടെ തന്നെ താമസിച്ച് അവിടെയുള്ള ആൾക്കാരുടെ കൂടെ പഴകി. നമ്മളാരും മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഞാനാണെങ്കിലും ധ്രുവാണെങ്കിലും നമ്മളൊക്കെ അവിടെ പോയി നിന്ന് ആ പണിയൊക്കെ ചെയ്ത്, എന്നാലേ നമുക്ക് ഈ മേക്കപ്പ് ഒട്ട് കൂട്ടിയടിച്ച് ക്യാമറയുടെ മുന്നിൽ വന്ന് അഭിനയിക്കുന്നതല്ല. നമുക്ക് അവിടുത്തെ ബോഡി ലാംഗ്വേജ് വരണമെങ്കിൽ, അവിടുത്തെ എക്സ്പ്രഷൻസ് വരണമെങ്കിൽ ഒക്കെ നമ്മൾ അത്ര എഫേർട്ട് ഇടണമല്ലോ. അപ്പം ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം സ്കൂളാണ്, ഫിലിം മേക്കിംഗ് ആണ് മാരി സാറിൻ്റെ. അപ്പം ഐ ഹാവ് ബീൻ വെരി ഫോർച്ചുനേറ്റ് ദാറ്റ് ഐ ഗോട്ട് 2 chances with him. ആൻഡ് ഇത്തവണ ബൈസൺ വന്നപ്പം രാജി എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സാണ്. കാരണം ഒരുപാട് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരുപാട് ലെയറിങ് ഈ ക്യാരക്ടറിനുണ്ട്. കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഡബ് ചെയ്ത രവീണയാണ്. ഐ ഹാവ് ടു താങ്ക് ഹെർ ഓൾസോ. കാരണം അഭിനയം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഈക്വലി എ വോയിസ് ഓൾസോ. യാ, സോ താങ്ക്സ് ടു രവീണ ഓൾസോ.